Hi students, welcome back to Real Numbers. We are studying Euclid's division lemma. നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയുടെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിരുന്നു. ഇന്ന് രണ്ട് സ്പെഷ്യൽ പ്രോബ്ലംസ് കൂടി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ക്യൂബ് ഓഫ് എനി പോസിറ്റീവ് ഇന്റിജർ ഈസ് ഓഫ് ദി ഫോം 9m or 9m plus 1 or 9m plus 8. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇന്റിജർ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 3. Then a is equal to 3q plus r, where 0 less than or equal to r less than 3. So we will get the values of r. R is equal to 0, 1, 2. നമുക്ക് ആറിന് 0, 1, 2 എന്നിങ്ങനെ മൂന്ന് വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഓരോ കേസായിട്ട് ഇതെടുത്ത് നമുക്ക് പരിശോധിക്കാം. So first we will check r is equal to 0. When r is equal to 0, a is equal to 3q. Our question is, show that cube of any positive integer. നമുക്ക് ക്യൂബ് ആണ് കണ്ടുപിടിക്കേണ്ടത്. So we will find out a cube. A cube is equal to 3q the whole cube is equal to 27q cube. നമുക്ക് എ ക്യൂബിന്റെ ഫോം കിട്ടേണ്ടത് 9m, 9m plus 1, 9m plus 8 എന്നിങ്ങനെയാണ്. നമുക്കതുകൊണ്ട് ഇവിടെ നിന്ന് 9 കോമൺ എടുക്കാം. 9 into 3q cube is equal to 9m, where m is equal to 3q cube. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ കിട്ടി. ഇനി നമ്മൾ അടുത്ത കേസ് നോക്കുകയാണ്. Case 2, this is case 1. Case 2, r is equal to 1. So, a is equal to 3q plus 1. We will find out a cube. A cube is equal to 3q plus 1 the whole cube. നമുക്കറിയാം a plus b the whole cube is equal to a cube plus 3a square b plus 3ab square plus b cube. നമ്മൾ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്ത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഈക്വൽ ടു എ ക്യൂബിന് ഇവിടെ എയുടെ ഭാഗത്ത് 3q ആണ്. 3q the whole cube plus 3 into a square. So 3q the whole square. b is 1 into 1 plus 3 into 3q into 1 square plus 1 cube. 3q the whole cube. 3 യുടെ ക്യൂബ് 27, q ന്റെ q ക്യൂബ് പ്ലസ് 3 യുടെ സ്ക്വയർ 9, 9 into 3 27, 27 into 1 27, so 27 q square plus 1 into square 1, 1 into 3 3, 3 into 3 9, 9q, 1 into cube 1. നമുക്കിവിടെ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ we can take 9 from all the 3 terms. ഇവിടെ നിന്നെല്ലാം നമുക്ക് 9 കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് 9 27ൽ നിന്ന് എടുക്കുമ്പോൾ 3q ക്യൂബ് 3q സ്ക്വയർ 1q is equal to plus 1. നമുക്ക്
ഈ പോർഷൻ ശ്രദ്ധിക്കാവുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എം എന്ന് കൊടുക്കാവുന്നുണ്ടെങ്കിൽ 9m+1 എന്നുള്ള ഫോമിൽ കിട്ടും. അതാണ് നമുക്ക് വേണ്ടുന്നത്. സോ 9m+1 where m is equal to 3q cube plus 3q square plus q. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫോമും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 9m+8 കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു കേസ് കൂടി ബാക്കിയുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. കേസ് 3 r is equal to 2. അപ്പോൾ a is equal to 3q plus 2. We have to find out a cube. A cube is equal to 3q plus 2 the whole cube. Same നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. a plus b the whole cube, a cube plus 3a square b plus 3ab square plus b cube. ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 3q whole cube plus 3 into 3q square into 2 plus 3 into 3q into 2 square plus 2 cube is equal to 27q cube plus 3 square 9 into 3 27 into 2 54 q square plus 2 into square 4 into 3 12 into 3 36 cube plus 2 into cube 8. സെയിം നമുക്ക് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 27 54 36 ഇതെല്ലാം 9ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ വി ക്യാൻ ടേക്ക് 9 ഔട്ട്സൈഡ്. ഇസ് ഈക്വൽ ടു 9 into 3q cube plus 6q square plus 4q plus 8. നമുക്ക് 3q cube plus 6q square plus 4q ന് m എന്ന് കൊടുക്കാം. is equal to 9m+8 where m is equal to 3q cube plus 6q square plus 4q. A cube. So cube of any positive integer is in the form 9m, 9m+1, 9m+8. Hence proved. Next, ഒരു application level question ആണ്. Find the value of x and y if HCF of 225 135 is equal to 225x plus 135 y. ക്വസ്റ്റ്യൻ ഇതാണ്. 225ന്റെയും 135ന്റെയും കൂടെ HCF 225x plus 135y എന്ന ഫോമിൽ എഴുതണം. എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്ത് HCF കണ്ടുപിടിക്കുന്നു. നമ്മൾ അൽഗോരിതം യൂസ് ചെയ്യുക. ഓക്കെ. സിൻസ് 225 greater than 135, 225 is equal to 135q plus r. A is equal to bq plus r എന്നുള്ള ഫോമിലാണ്. ഇവിടെ നമുക്ക് ക്യൂവും ആറും കണ്ടുപിടിക്കണം. q കോഷ്യന്റ് ആണ്, r റിമൈൻഡർ ആണ്. സോ we have to divide 225 by 135. നമുക്ക് കോഷ്യന്റ് 1ഉം റിമൈൻഡർ 90 കിട്ടി. That is 225 is equal to 135 into 1 plus 90. നമുക്കറിയാം HCF B ആയിരിക്കും,
റിമൈൻഡർ 0 ആയിട്ട് വരുമ്പോൾ, ഇവിടെ റിമൈൻഡർ 0 അല്ല, റിമൈൻഡർ 0 ആകുന്നത് വരെ നമുക്ക് ഈ അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഇപ്പോഴത്തെ ബി എ എടുക്കുന്നു, 135, റിമൈൻഡർ എടുക്കുന്നു. ഇനി 135 ഈസ് ഈക്വൽ ടു 90 ക്യൂ പ്ലസ് ആർ എന്നുള്ള ഫോമിൽ എടുക്കണം. 135നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 135 by 90. Again, 135 is equal to 90 into 1 plus 45. 45 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടിയത്. റിമൈൻഡർ വീണ്ടും 0 ആയില്ല, അതുകൊണ്ട് വീണ്ടും ബി എടുക്കുന്നു. 90 is equal to റിമൈൻഡർ ഇൻറ്റു, അതായത് 90 is equal to 45 ക്യൂ പ്ലസ് ആർ എന്ന് എഴുതണം. നമുക്ക് അറിയാം 90 is equal to 45 into 2 ആണ്. സോ റിമൈൻഡർ 0. നമുക്ക് റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ 0 ആകുമ്പോൾ ഏതാണോ ബി, ദാറ്റ് വിൽ ബി ദി HCF ഓഫ് 225 ആൻഡ് 135. ഇത് തന്നെയാണ് ഇവിടെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സർക്കിൾ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് HCF ഓഫ് 225 135 ഈസ് ഈക്വൽ ടു 45. ഇനി നമുക്ക് 45നെ 225x പ്ലസ് 135y എന്ന് എഴുതണം. അതിന് നമുക്ക് ഈ അൽഗോരിതം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് എഴുതാൻ പറ്റും. അതിന് നമുക്ക് റിമൈൻഡർ 0 കിട്ടിയതിന്റെ തൊട്ട് മുമ്പിലുള്ള സ്റ്റെപ്പിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഈ ഇക്വേഷൻ നമ്പർ 1നെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ 45നെ നമ്മൾ RHS ഇട്ടുകൊണ്ട് 90 into 1നെ LHS കൊണ്ടുവരിക. അപ്പോൾ 45 ഈസ് ഈക്വൽ ടു 135 മൈനസ് 90 into 1 എന്ന് വരും. അത് തന്നെയാണ് ഇവിടെ 45 ഈസ് ഈക്വൽ ടു 135 മൈനസ് 90 into 1. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത് ഇതിനെ വീണ്ടും അറേഞ്ച് ചെയ്യുക. കാരണം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കിടക്കുന്ന 225x പ്ലസ് 135y ആണ്. 135 ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ കിടക്കുന്ന 90 ആണ്. ഈ 90 കൂടെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഈ 90 റീപ്ലേസ് ചെയ്യാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നോക്കാവുന്നുണ്ടെങ്കിൽ ഓരോ നമ്പറുകളായിട്ട് നമുക്ക് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 90 ഈക്വൽ ടു 90 RHS ഇട്ടുകൊണ്ട് ഈ 135 into 1നെ LHS കൊണ്ടുവരിക. അപ്പോൾ 90 ഈക്വൽ ടു 225 മൈനസ് 135 into 1 എന്ന് വരും. സോ വി വിൽ റീപ്ലേസ് 90. നമ്മുടെ ഇക്വേഷനകത്ത് 135 മൈനസ്, ഇനി 90ക്ക് പകരം നമ്മൾ 225 മൈനസ് 135 into 1 into 1. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇൻറ്റു നമ്പറുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതണം. ഇവിടെ 1 ആയതുകൊണ്ട് കുഴപ്പമില്ല, മറ്റ് ക്വസ്റ്റ്യൻസിനകത്ത് ചിലപ്പോൾ 1 ആയിരിക്കത്തില്ല, മറ്റു നമ്പറുകളായിരിക്കും. ഈ നമ്പറുകളെല്ലാം നമുക്ക് വേണ്ടുന്നതാണ്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. ഇസ് ഈക്വൽ ടു 135 മൈനസ് 225 into 1 ആണ്, അതുകൊണ്ട് 225 തന്നെ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 135 into 1 135 into 1 135. So 135 2 times 135 plus 135 is equal to 135 into 2 minus 225. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫോം നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം കിട്ടും. 225 into minus 1 minus 225 ആവും, പ്ലസ് 135 into 2 is equal to 225x plus 135y, where x is equal to minus 1, y is equal to 2. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഉപയോഗിച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ HCF കണ്ടുപിടിക്കാനാണ് നമ്മൾ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ചില പ്രോബ്ലംസ്, സ്പെഷ്യൽ പ്രോബ്ലംസും ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു.
ഇതെല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് റിവിഷൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പോർഷനിലേക്ക് പോകാം. ഓക്കെ.